അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ക്യാമറേനെ നമ്മൾ ഇതിനകത്തേക്ക് മൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഈ ഒരു ക്യാമറയൊക്കെ മൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ മൗണ്ടിങ് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ വരുമ്പോൾ തന്നെ ഒന്നും കൂടെ വെയിറ്റ് കൂടും. അപ്പോൾ അതെന്തായാലും ഇത് പൊക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് പൊക്കാൻ വേണ്ടി പറ്റും, പക്ഷേ നമ്മളത് ആ ഡ്രോണിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും വലിയ വെയിറ്റുകളൊന്നും ഇതിനകത്തേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഡ്രോണിലേക്ക് ഈ ഒരു ക്യാമറയാണ് നമുക്ക് പൊക്കത്ത് ഇങ്ങനെ സെല്ലോ ടേപ്പോ വല്ലതും കൊണ്ട് ഒട്ടിച്ച് വെക്കാൻ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മൗണ്ടിങ് ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെയിറ്റ് വരും. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാലൻസിങ് കാര്യങ്ങൾ ഇഷ്യൂസൊക്കെ അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൗണ്ടിങ് കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ക്യാമറ അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കുന്നത്, വലിയ അനക്കവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ മൗണ്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇനി ഡ്രോൺ വല്ല പെട്ടെന്ന് ക്രാഷ് ആയിക്കൊണ്ടിരിക്കും, നമ്മുടെ ക്യാമറ പോകും. കാര്യം ഡ്രോണിനേക്കാളോ 2 ഇരട്ടി വിലയുണ്ട് നമ്മുടെ ക്യാമറക്ക്, അതുകൊണ്ട് അത് കളയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇനി ഇപ്പോൾ ഉള്ളത് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് പുറത്തുനിന്ന് കൊണ്ടുപോകണം, ഓൺ ചെയ്ത് നോക്കണം, ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കണം. ഈ ക്യാമറക്കും പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റി ഇല്ല, അപ്പോൾ വീഡിയോ ക്വാളിറ്റി അങ്ങനെ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ വീടിൻ്റെ പൊക്കത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്ക്രീൻ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ക്യാമറ ഇപ്പോൾ ഓണാണ്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രോണും ഇപ്പോൾ ഓണാണ്. നിങ്ങൾക്ക് ലൈറ്റ് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രോണിനെ പറത്താൻ വേണ്ടി പോകണമെങ്കിൽ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ തന്നെ ഇത് പറക്കുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. ഞാൻ മാക്സിമം ടോട്ടൽ കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷേ സാധനം എന്ത് ചെയ്താൽ പൊങ്ങുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ മാക്സിമം ഫുള്ള് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും താഴത്തേക്ക് വരുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ പറക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറക്കും, പക്ഷേ കണ്ടോ വരും താഴത്തേക്ക്, അതിന് പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു വെയിറ്റ് തന്നെ ഇതിന് കൂടുതലാണ്. കണ്ടോ, ഇപ്പോഴാണ് നേരെ ആവാൻ വേണ്ടി പോകുന്നത്. കണ്ടോ, ആ ഓൾട്ടിറ്റ്യൂഡ് കൊണ്ട് അത് പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഞാൻ ഒന്നും കൂടെ ഒന്ന് പൊക്കത്തേക്ക് കൊണ്ടുപോയി നോക്കാം. ഇപ്പോൾ ഫുള്ള് കൊടുത്തിരിക്കുന്നതാണ് ത്രോട്ടിൽ പൊക്കത്തേക്ക്, പക്ഷെ പൊങ്ങുന്നില്ല. ഇപ്പോൾ പൊങ്ങി, പക്ഷെ നിങ്ങളിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. ആകപ്പാട് ഇത്രയും ഹൈറ്റിലാണ് ഈ സാധനം പൊങ്ങിയേക്കണത്. ഇപ്പോൾ ഇത്തിരി കൂടെ പൊങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് തന്നെ തന്നെത്താനെ കിടന്ന് തിരിയുന്നുണ്ട്. ഞാൻ പതുക്കെ താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കാം. കണ്ടോ, തന്നെത്താനെ ഡ്രോൺ കിടന്ന് തിരിയുന്നു. പോണത് താഴത്തടിച്ച് കണ്ട. ത്രോട്ടിൽസിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും കൊടുത്തിട്ടില്ല. കണ്ടോ, ഇത് തന്നെ തന്നെത്താനെ ചെയ്യുന്നതാണ്. ഇതല്ല അപ്പോൾ പറത്താൻ പറ്റുമെന്ന് വെച്ചാൽ പറത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ക്യാമറയൊക്കെ വെക്കാൻ വേണ്ടി നോക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇതാണ് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിലും കൂടുതൽ സാധനങ്ങൾ നിങ്ങൾ ഇതിനകത്തേക്ക് കയറ്റരുത്. പറക്കും, ബട്ട് വേണ്ട, വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ഫുട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കുഴപ്പമില്ലാതെ പറക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. തന്നെത്താനെ താഴത്തേക്ക് വരുന്നതാണ്. കണ്ടോ, നമ്മളായിട്ടൊന്നും ചെയ്യുന്നതല്ല, തന്നെത്താനെ വരുന്നതാണ്. കണ്ടോ, അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് പറ്റുന്നില്ല, ആ വെയിറ്റ് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ 30 ഗ്രാമാണ് ഇപ്പോൾ ഞാൻ ഗിവ് ഓർ ടേക്ക് ഞാൻ പറയുന്നത്. 30 ഗ്രാം വെയിറ്റ് പോലും ഇതിനെ കൊണ്ട് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ വെയിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ ക്യാമറ ഇതിൻ്റെ പക്കത്ത് വെച്ച് നോക്കി. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നേരം പറത്തിയോളൂ, ഒരു 4-5 മിനിറ്റ് മാക്സിമം പറത്തിയോളൂ. 5 മിനിറ്റ് പോലും പറത്തിയിട്ടില്ല. നിങ്ങൾക്ക് വെയിറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രോൺ പേഴ്സണലി വെറുത്തല്ല. ഈ ഒരു ഡ്രോണിൻ്റെ അകത്ത് നിങ്ങൾ വെയിറ്റ് ആഡ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഈ ഡ്രോൺ ഉള്ളത്. ഈ ഡ്രോൺ നമുക്ക് പറത്തി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാമറ ഡ്രോൺ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറത്തി പഠിക്കാം. കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് പഠിക്കാം. ഇതിൽ കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GPS ഡ്രോണൊക്കെ വരുമ്പോൾ കൺട്രോളിങ്സ് അത്യാവശ്യം എളുപ്പമായിരിക്കും.
ഡയറക്ഷൻ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ സിമിലർ ആയിരിക്കും, ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആയിരിക്കും. ബേസിക് കുറച്ച് ഫങ്ഷൻസിൻ്റെ വ്യത്യാസം മാത്രമേ വരുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രോണുകളാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാമറ വെച്ച് പറത്താൻ വേണ്ടി പറ്റിയ ഡ്രോണുകളല്ല. നിങ്ങൾക്ക് ഇനി ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മോട്ടർ വരുന്ന ഡ്രോണുകളിൽ വെക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ബ്രഷ്ലെസ് മോട്ടർ വരുന്ന ഡ്രോണുകളിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വെയിറ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടെ കുഴപ്പമില്ലാണ്ട് പറക്കും. അപ്പോഴും അത് അങ്ങനെ ആഡ് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. 30 ഗ്രാം വരുമ്പോൾ തന്നെ ഈ ഡ്രോൺ പതുക്കെ പണി കിട്ടി തുടങ്ങും. ചിലവരുടെ വീഡിയോയിലൊക്കെ ചിലപ്പോൾ നല്ല വെയിറ്റുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നു, വീഡിയോ മാക്സിമം കട്ട് ചെയ്യാതെ ഞാൻ കാണിച്ചു തന്നു സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. നമ്മൾ ത്രോട്ടിൽ ഡൗൺ ചെയ്യാതെ തന്നെ ഇത് താഴത്തേക്ക് വന്നിങ്ങനെ ഇടിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരും. അപ്പോൾ വെറുതെ നിങ്ങൾ നിങ്ങളുടെ 2000 രൂപ കൊണ്ടുപോയി കളയരുത്, ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രഷ്ലെസ് ഡ്രോണിൽ ഇതുപോലെ ഈ ഒരു ക്യാമറ അറ്റാച്ച് ചെയ്തിട്ട് പറത്തുന്ന എങ്ങനെ എത്രത്തോളം വെയിറ്റ് ഉണ്ട്, എത്രത്തോളം പെർഫോമൻസ് തരും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഒരു H60 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രഷ്ലെസ് ഡ്രോൺ ഉണ്ട്. ഏകദേശം 33,500 4000 രൂപയ്ക്ക് താഴെ വരുന്ന ഡ്രോണാണ്. ഇനിയിപ്പോൾ അതിൽ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബേസിക്കലി ഈ ചെയ്തത് നിങ്ങളാരും ചെയ്യാതിരിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ ഡ്രോണിൻ്റെ മോട്ടർ ബൈക്ക് തന്നെ പണി കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ. ക്യാമറ വെച്ചിട്ടുള്ള വീഡിയോ എടുത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇനി ഇത് ഫുള്ള് വരുന്ന ക്ലീൻ ചെയ്ത് കളയണം. ഈ പശ മൊത്തം സെല്ലോ ടേപ്പിൻ്റെ പശയാണ്.